അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സോഷ്യൽ മീഡിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വടക്കാഞ്ചേരി തൗഫീഖ് ബിൻ റഫീഖ് അഥവാ റഫീഖ് മാഷയുടെ മകനായ തൗഫീഖ്, മുടപ്പല്ലൂർക്കാരനായ ഈ തൗഫീഖ് ബിൻ റഫീഖ് എന്നെയും അഥവാ ബഷീർ സലഫി പൂളപ്പൊയിൽ, അബ്ദുറഊഫ് നദ്വി, ശംസുദ്ദീൻ പാലത്ത് എന്നീ 3 പേരുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ സലഫിയ്യത്തിൽ നിന്ന് പുറത്താണ് എന്നും അവരുടെ പ്രഭാഷണങ്ങളോ എഴുത്തുകളോ കേൾക്കാനോ നോക്കാനോ വായിക്കാനോ പാടില്ല എന്നൊരു തിട്ടൂരം പുറപ്പെടുവിച്ചതായ ഒരു വോയിസ് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ബഹുമാന്യനായ എന്റെ സുഹൃത്ത് അബ്ദുറഊഫ് നദ്വി ഈ പറയുന്ന തൗഫീഖിന്റെ പുറത്താക്കൽ തിട്ടൂര പ്രഖ്യാപനത്തിനോട് വിയോജിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വേദന ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ തിരിച്ചും പറഞ്ഞതായി കേൾക്കാനിടയായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഞാനും ഒരു പ്രതിയാണല്ലോ. ബഷീർ സലഫി പൂളപ്പൊയിൽ എന്ന് പറയുന്ന ഞാനും ഒരു പ്രതിയാണ്. സ്വാഭാവികമായും എനിക്ക് എന്റേതായ ചില വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആ സംസാരത്തിലൂടെ തോന്നി. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തിരിച്ചു ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉണ്ട്. അത് പറയാനുള്ള ബാധ്യത എന്റെ മുമ്പിലും ഉണ്ട് എന്നതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു വോയിസ് തയ്യാറാക്കി അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തൗഫീഖ് ബിൻ റഫീഖ് പറയുന്ന കാര്യം എല്ലാവരിൽ നിന്നും ദീൻ സംസാരം കേൾക്കാൻ പാടില്ല, അവരുടെ എഴുത്തുകൾ വായിക്കാൻ പാടില്ല. അതിന് അർഹതപ്പെട്ടവരായ ആളുകളിൽ നിന്നേ അത് കേൾക്കാൻ പാടുള്ളൂ. കാരണം ഇന്ന ഹാദ ദീൻ ഇൽമുൻ, ഈ ദീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൽമാണ്. ഫൻദുറൂ അമ്മൻ തഖുദൂന ദീനക്കും, നിങ്ങൾ ആരിൽ നിന്നാണോ ദീൻ എടുക്കുന്നത് എങ്കിൽ അവരെക്കുറിച്ച് നിങ്ങൾ നോക്കണം. ആരിൽ നിന്നാണോ നിങ്ങൾ ദീൻ എടുക്കുന്നത്, ആ ദീൻ എടുക്കപ്പെടുന്ന വ്യക്തികൾ എത്രമാത്രം യോഗ്യന്മാരാണ്, അർഹതപ്പെട്ടവരാണ്, ഇൽമു പറയാൻ യോഗ്യരാണ് എന്നതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെ ബോധ്യപ്പെട്ടവരായ ആളുകളിൽ നിന്ന് മാത്രമേ ഇൽമു എടുക്കാൻ പാടുള്ളൂ. ഈ പറഞ്ഞിട്ടുള്ള ഇൽമ് ദീന് ഇൽമാണ് എന്നും ദീനിന്റെ നിയമാവലി ഇന്നതാണെന്നൊന്നും ബോധ്യമില്ലാത്ത ആളുകളാണ് ഈ പറഞ്ഞിട്ടുള്ള 3 പേരും. അതുകൊണ്ട് അവരിൽ നിന്ന് ഇൽമ് സ്വീകരിക്കാൻ പാടില്ല എന്നതാണ്. പിന്നെ എന്താണ് ഇപ്പൊ അവർക്ക് പറ്റിയ പെസക്? അതും തൗഫീഖ് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയ ആദർശ നിലപാടുകളിൽ ആരുണ്ടോ അവരുടേത് മാത്രമേ, അവരുടെ എഴുത്ത് മാത്രമേ, അവരുടെ പ്രഭാഷണങ്ങൾ മാത്രമേ കേൾക്കാനും മനസ്സിലാക്കാനും ഫോർവേഡ് ചെയ്യാനും വിലയിരുത്താനും ഉൾക്കൊള്ളാനും പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ പറയപ്പെട്ട ഞാനടക്കമുള്ളവർക്കൊന്നും എന്തില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയിട്ടുള്ള ആ പാരമ്പര്യ ആദർശ നിലപാട് ഇല്ല. എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖീദ, വിശ്വാസ പ്രമാണങ്ങൾ ഞങ്ങൾ കയ്യിലില്ല. അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ള മാർഗരേഖ അഥവാ മൻഹജും ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ അഖദിയായും മൻഹജിയായും വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്നാണ് റഫീഖ് പറഞ്ഞതിന്റെ താല്പര്യം. സ്വാഭാവികമായും ഇങ്ങനെ സംഭവിച്ചാൽ കേൾക്കാതിരുന്നാൽ മാത്രം മതിയാകില്ലല്ലോ. എനിക്കിപ്പോൾ ആകപ്പാടുള്ള പേടി എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ അഖദിയും മൻഹജിയുമായ പിഴവും വ്യതിയാനവും സംഭവിച്ചവരായ ആളുകളുടേത് കേൾക്കാൻ പാടില്ല എന്നുള്ള ഈ തിട്ടൂരം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ കേൾക്കല്ലേ കാണല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഒരു പക്ഷേ നാളെ ഇവൻ എന്തായിരിക്കും ചെയ്യുക? ഇവരെ ശരിയാക്കി കളയണം. അതാണ് അഖീദയിൽ നിന്നും മൻഹജിൽ നിന്നും പുറത്തുപോയി കഴിഞ്ഞാൽ അവനെ വെക്കാൻ പാടില്ല. ഇസ്ലാമിക ഭരണ വ്യവസ്ഥയും സംവിധാനമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ സബ്ബുദ്ദീൻ, ദീന് വിരുദ്ധനായി ഇരിക്കുക. ഒരാള് ദീനിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ, മുർത്തദ്ദായി പോയി കഴിഞ്ഞാൽ അവനെ കൊന്നുകളയണം എന്നുള്ളതാണ് ദീനുൽ ഇസ്ലാമിന്റെ നിയമം. ആ നിയമം ഒരുപക്ഷെ തൗഫീഖ് ഞങ്ങളുടെ മേല് അടിച്ചേൽപ്പിക്കുമോ എന്നുള്ള പേടി സത്യത്തിൽ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ തൗഫീഖിന്റെ സംസാരത്തിൽ പ്രധാനമായി വരുന്നത് സലഫിയത്ത് ക്ലിയർ ആയിട്ടുള്ള പോരായ്മകളില്ലാത്ത ആളുകളിൽ നിന്ന് മാത്രമേ കേൾക്കാനും പഠിക്കുവാനും എഴുത്തുവായിക്കുവാനും പാടുള്ളൂ എന്ന ആശയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ ഗുരുതരമായ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. വ്യക്തമായ പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഏത് വിഷയത്തിലാണ്? അഖദിയായ, വിശ്വാസപരമായ, അനുഷ്ഠാനപരമായ, മൻഹജിയായ ഇന്നന്ന വിഷയത്തിലൊക്കെ ഇന്നന്ന പോരായ്മകൾ
കുറവുകളുണ്ട്, പിഴവുകളുണ്ട് എന്ന് ഈ 3 വർഷമായി എന്റെ കയ്യിലുള്ള വ്യതിയാനങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ അദ്ദേഹത്തിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ നിമിഷം വരെ ഒരു 3 കൊല്ലത്തിനിടയിൽ എവിടെയും നിങ്ങൾക്ക് ഇന്നെ പോരായ്മയുണ്ട്, ഇന്നെ തകരാറുണ്ട്, നിങ്ങളത് തിരുത്തേണ്ടതാണ് എന്ന് എന്നോട് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നേയില്ല. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പൊ അതാണ് സംഗതി. അപ്പൊ ഇത്രയും വലിയ ദീനുൽ ഇസ്ലാം തന്നെ പുറത്തുപോലാണല്ലോ. സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ദീനിന്ന് പോയി എന്നാണ് അർത്ഥം. അപ്പൊ ദീനനുസരിച്ച് ജീവിക്കുന്നവരായ ദീന് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരായ ഒരുപാട് ആളുകളുണ്ട് ഈ ദുനിയാവിലുണ്ട്. അവർക്കൊന്നും എന്തില്ല, ദീനുണ്ടായിക്കോളുന്നില്ല, അഖദിയായ മനഹജിയായ പഴവുള്ളവരായിരിക്കും. അപ്പൊ യഥാർത്ഥ മനഹജിൽ നിൽക്കുന്ന, യഥാർത്ഥ അഖീദാപരമായ ഈമാനികമായ വിശ്വാസപരമായ കാര്യങ്ങൾ അടിയുറച്ച് നിൽക്കുന്ന ആളുകൾക്ക് എന്താവും? സലഫി ആകാൻ പറു. സലഫിയത്ത് അവൻ മാത്രമേ ഉള്ളൂ. സലഫിയത്ത് എന്ന് പറഞ്ഞാൽ അതാകുന്നു ഇസ്ലാം. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ അതാകുന്നു ഇസ്ലാം. ആ ഇസ്ലാമിൽ നിന്ന് ഞങ്ങളൊക്കെ പുറത്തു പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ കേൾക്കാതിരുന്നാൽ മാത്രം പോരാ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരായ ആളുകൾക്ക് എന്ത് വിധിയാണോ കൊടുക്കുക അതായിരിക്കും റൌഫീഖിന്റെ അടുത്തതായി ഇറങ്ങാനുള്ള തിട്ടൂരം എന്നാണ് ഞാൻ പേടിക്കുന്നത്. പിന്നെ ഈ തൗഫീഖ് ബിൻ റഫീഖ് പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന്റെ സംസാരങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പരസ്പര വൈരുദ്ധ്യങ്ങളായ കാര്യങ്ങളാണ്. അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചതുമാണ്. ഒരു പ്രത്യേകമായ നാടകം അതിൽ നടന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം. ഏതോ ആരോട് എന്തോ ചില കാര്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടിയാണ് എന്ന ധ്വനിയിലാണ് സംസാരം. നിങ്ങൾ പറയുന്ന ഈ വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോൾ ഏതോ ഒരു വ്യക്തികളോട് പറയുന്ന കോലത്തിലാണ്. ഞങ്ങളെപ്പറ്റി ചോദിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചോദിച്ചപ്പോൾ തൗഫീഖ് ഞങ്ങളെ കുറിച്ച് വ്യക്തമായി പഠിച്ച് വിലയിരുത്തി, ഇവരൊക്കെ ദീനുൽ ഇസ്ലാം എന്ന് പുറത്തുപോയിട്ടുള്ള, അഹ്ലുസുന്നത്ത് പുറത്തുപോയിട്ടുള്ള, സലഫിയത്ത് ഇല്ലാത്ത ആളുകളായതുകൊണ്ട് അവരിൽ നിന്നുള്ള ബറാഅത്ത്, അവരോട് ഒരു തരത്തിലും ബന്ധം പാടില്ല, ബറാഅത്ത് ഉണ്ടാകുക എന്നതാണ് എല്ലാവിധ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്നാണ് തൗഫീഖ് ബിൻ റഫീഖ് പറഞ്ഞു കൊടുക്കുന്ന കാര്യം. പിന്നെ തൗഫീഖ് ബിൻ റഫീഖ് പറയുന്ന ഭാഗം അദ്ദേഹം പറയാണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കാം. അത് ആദ്യം നിങ്ങൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കാം. അപ്പൊ എന്താ അതിൽ പറഞ്ഞിട്ടുള്ളത്? ഇവരുടെയൊക്കെ സലഫിയത്തിൽ, ആരുടെയൊക്കെ? ശംസുദ്ദീൻ ബാലത്ത്, ബഷീർ സലഫി, അബ്ദുറൌഫ് നദ്വി തുടങ്ങിയിട്ടുള്ള ആളുകളുടെ സലഫിയത്തിൽ സാരമായ പോരായ്മകൾ. സാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് സാരല്ല നമ്മൾ പറയാറില്ല. സാരല്ല എന്ന് പറഞ്ഞാൽ നിസാരാണ്. അപ്പൊ സാരമായ പോരായ്മ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ പ്രാസോപ്പിച്ചിട്ടുള്ള വാക്കാണ്. ഇന്ന് ഗംഭീരമായ, വളരെ പൊറുക്കാൻ പറ്റാത്ത സംഭവം എന്നാണ് അർത്ഥം. അബദ്ധങ്ങൾ, വ്യതിയാനങ്ങൾ, 3 സംഗതികളാണ്. സാരമായ പോരായ്മകളുണ്ട്, അബദ്ധങ്ങളുണ്ട്, വ്യതിയാനങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലൊന്നും പറയാനില്ല. ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരു തിരിച്ചൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. 3 കൊല്ലം ഇത്തരം സാരമായ വ്യതിയാനങ്ങളും അബദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഇവരുമായിട്ട് എങ്ങനെ സഹകരിച്ചു പോയത്? അതിന് തൗഫീഖ് എന്നൊരു മറുപടി പറയുന്നത് അതെന്താണെന്നറിയോ? ന്യൂനത കണ്ടപ്പോൾ മാനുഷികമായ ന്യൂനതകളായിരിക്കാം എന്ന് വിചാരിച്ചു. ഇത് ദീനിന്റെ കാര്യത്തിലെ അഖീദയിൽ നിന്നും മനഹജിൽ നിന്നും ഒക്കെ വ്യതിയാനം സംഭവിച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ദീനിൽ നിന്ന് പുറത്തു പോകുന്നതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ഈ 3 വ്യക്തികൾക്കുണ്ടായ ഗുരുതരമായ പിശകുകളും പോരായ്മകളും ഒക്കെ 3 കൊല്ലം തൗഫീഖ് ഇങ്ങനെ നോക്കി നിന്നു. കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നിട്ടോ എന്താ മൂപ്പരെ വിചാരം? മൂപ്പരെ സദ്വിചാരം എന്താ? നാളെ തിരുത്തിയേക്കാം എന്ന ഹുസ്നുൽ എന്നിൽ സഹകരിച്ചു. നാളെ അങ്ങ് തിരുത്തിയേക്കാം. തിരുത്തണമെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരണ്ടേ? തൗഫീഖ് ബിൻ റഫീഖിനെ പോലെ നല്ല ഇൽമുള്ള, നല്ല ഭാഷാ പാണ്ഡിത്യമുള്ള, 2-3 കൊല്ലം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ കിതാബുകളും പഠിച്ച് ബോധ്യപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി എല്ലാവരോടും ഫത്വ ചോദിച്ച് പഠിച്ച് വന്നിട്ടുള്ള ഇത്രയും വലിയ ഒരു ആലിമായ ആളാണ് അദ്ദേഹം. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത് നമ്മൾക്ക് തിരുത്തി തരേണ്ടേ? ഇന്നതൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് തിരുത്തി തരേണ്ടേ? അതെന്തുകൊണ്ട് തിരുത്തി തന്നില്ല? അത് ഹുസ്നുൽ അന്ന് കൊണ്ട് തിരുത്താതെ വെറുതെ കുത്തിരിക്കാൻ പറ്റുമോ? അപ്പൊ ഒരു കാപട്യമല്ലേ സത്യത്തിൽ അവിടെ ചെയ്തത്? ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ വ്യതിയാനത്തിൽ മുങ്ങിക്കുളിച്ച് 3 കൊല്ലം കഴിഞ്ഞു പോകുന്നത് കണ്ട് സഹിച്ച് നിന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് അത് സംഭവിച്ചത്? അതിനെപ്പറ്റി ഒരു എത്തും പിടി നമുക്ക് കിട്ടുന്നില്ല. എന്ന് മാത്രമല്ല, പിന്നെ പറഞ്ഞതാ നാൾക്ക് നാൾ പോകുമ്പോൾ ഇവരത് തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, ഇവരുടെ ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ വഷളാക്കുകയും മോശമാക്കി സംസാരിക്കുകയും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുകയും ചെയ്തു. അത് ഏതൊക്കെ ആയിരിക്കും വിഷയം? നമ്മളെ ന്യൂനത, എന്നതൊക്കെ ന്യൂനത ചൂണ്ടിക്കാണിച്ചിട്ട് തൗഫീഖൊക്കെ ഏതെങ്കിലും ന്യൂനത എന്നോട് ചൂണ്ടിക്കാണിച്ചില്ല. ഞാൻ തൗഫീഖിനോട് ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ തൗഫീഖൊക്കെ എന്നെ പറ്റി അത് പറയാം? എനിക്ക് മനസ്സിലായില്ല. ഈ ന്യൂനതകളൊക്കെ ഉണ്ടായിട്ടും ഞാൻ അദ്ദേഹത്തെ അപഹസിച്ചുവെന്നോ മോശമാക്കിയെന്നോ അദ്ദേഹം പറയും. ആരെയാണ് ഞാൻ മോശമാക്കിയത്? ഞാൻ ഒരാളെയും ഇങ്ങനെ എതിർത്ത് പറയുകയോ ഒന്നും ചെയ്തതായിട്ട് ഓർമ്മയില്ല. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇവരെ കുറിച്ച് ശത്രുത പുലർത്തി
നടത്തി എന്ന് ഇവർ പറയുന്നത് അത് മനസ്സിലാവില്ല. പിന്നെ അവിടെ രസകരമായി എനിക്ക് തോന്നുന്ന വേറൊരു പോയിന്റ് അതെന്താണെന്നറിയാം. തൗഫീഖ് ബിൻ റഫീഖ് പറയുന്നുണ്ടല്ലോ, ഇവരുടെ കേൾക്കരുത്, ഇവരുടെ വായിക്കരുത്, ഇവരെ സമീപിക്കരുത്, ഇവരോട് ബറാഅത്ത് പ്രഖ്യാപിക്കണം എന്നതാണല്ലോ അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ടോട്ടൽ ടോൺ. എങ്കിൽ ഞങ്ങൾക്കുണ്ടായ ഈ വ്യതിയാനം മുഴുവനെ എങ്ങനെ തൗഫീഖിന് മനസ്സിലായി? ഈ ബന്ധങ്ങളൊന്നും പാടില്ല എന്നല്ലേ പറയുന്നത്. ഒരു ബന്ധവും പാടില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ഞങ്ങൾക്ക് ഈ വ്യതിയാനം ഉണ്ടെന്ന് തിരിഞ്ഞു? അതൊരു ചോദ്യമാണല്ലോ. തിരിയണങ്ങൾ ഞങ്ങളോട് ഇടപാട് നടത്തണം, ഏതെങ്കിലും തരത്തിൽ പരിചയമോ അങ്ങനെങ്കിലും എന്തെങ്കിലും ആണോ? അതൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വ്യതിയാനം സംഭവിച്ച് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നുള്ള ഒരു ആശയത്തിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് തിരിയേണ്ട ഒരു കാര്യം. പിന്നെ പറയുന്ന ഉള്ള ന്യൂനതകൾക്ക് പുറമെ ഇനിയും പല ന്യൂനതകളും പുതുതായി ഓരോ ദിവസവും കൂടുമ്പോഴും സലഫിയത്തിനെതിരായ കാര്യങ്ങൾ അവരിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പൊ 3 കൊല്ലത്തിന്റെ ശേഷം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാളമൂത്രം പോലെ അങ്ങനെ ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുക. ഞങ്ങളുടെ സലഫിയത്തിൽ നിന്നുള്ള വ്യതിയാനവും ഈ പോരായ്മകളും ഈ പ്രശ്നങ്ങളും നിൽക്കുന്നില്ല, അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക. നയാഗ്ര വെള്ളച്ചാട്ടം പോലെ ചാടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചാടിയിട്ടും തൗഫീഖ് ബിൻ റഫീഖ് ഞങ്ങളോട് ഒരക്ഷരം മിണ്ടിയില്ല. ഒരക്ഷരം മിണ്ടാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ ഒരു പോരായ്മയുണ്ടേ എന്ന് വിളംബരം ചെയ്യുന്നതിന്റെ ഒരു മര്യാദ എന്താണ് എന്നുള്ളത് അതിനൊരു സാമാന്യ മര്യാദ വേണ്ടേ? ഒരു മര്യാദയും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് എനിക്ക് ലളിതമായി അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇനി തൗഫീഖ് ബിൻ റഫീഖിന്റെ സംസാരത്തിൽ ഏകദേശം അവസാന ഭാഗത്തിൽ അവൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ബഷീർ സലഫിക്കും റൌഫ് നദിവിക്കും ശംസുദ്ദീൻ പാലത്തിനും ഒക്കെ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ, നിങ്ങൾ ഈ ആരോപണം പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങൾ സാജിദ്, മുഹസിന്, നിയാഫുബിന് ഖാലിദ് തുടങ്ങിയവർക്കും ഒക്കെ ഇല്ലേ ഇത്തരം പ്രശ്നങ്ങളില്ലേ എന്ന് ഒരു ചോദ്യം. ആ ചോദ്യത്തിന് തൗഫീഖ് ബിൻ റഫീഖ് തന്നെ മറുപടി പറയുന്നു. എന്താണ്? ഞാൻ അന്വേഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഏത് അന്വേഷണം? അന്വേഷിക്കേണ്ട കാര്യമല്ലല്ലോ, കൂടെ കിടക്കുന്ന ആൾക്കാരോട് പിന്നെ എന്താ അന്വേഷിക്കാനാണ്? തൗഫീഖ് ബിൻ റഫീഖ് ഏറെക്കാലമായി ഞങ്ങളെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ചതിച്ച് ഇത്തരം ആളുകളുടെ പിന്നാലെ നടന്ന ആളാണ്. ശരീരം ഞങ്ങളുടെ കൂടെയും മനസ്സ് അവരുടെ കൂടെയും ആയി നടന്ന കൊട്ടിയ ചതിയനാണ് യഥാർത്ഥത്തിൽ ഈ തൗഫീഖ് ബിൻ റഫീഖ് എന്നുള്ളത്. ഇപ്പം തനിച്ച മുനാഫിക്കിന്റെ പണിയെടുത്ത് തടി ഞങ്ങളെ കൂടെ, മനസ്സ് അവരുടെ കൂടെ. അങ്ങനെ കൂടിയിട്ടുള്ള ഒരാളെ കുറിച്ച് പിന്നെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? സാജിദ്, മുഹസിന്, നിയാഫുബിന് ഖാലിദ് തുടങ്ങിയിട്ടുള്ളവരായ ആളുകൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കുന്ന ഒരാള് അവർക്ക് ന്യൂനത ഇല്ലേ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് അന്വേഷിച്ചത്രേ. അന്വേഷിച്ചിട്ട് എന്താ കണ്ടെത്തിയത്? മൂപ്പരെ കണ്ടെത്തലിന്റെ വർത്താനൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ ക്ലിപ്പ്, ഞാൻ ഈ ക്ലിപ്പ് ഉണ്ട്, ആ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ മൂപ്പര് പറയുന്നത് എന്താ അറിയാം? മൂപ്പര് അന്വേഷണത്തിൽ നിന്ന് മൂപ്പര് കിട്ടുന്ന വ്യക്തതായി. എന്താ അന്വേഷണത്തിൽ വ്യക്തമായത്? തെറ്റല്ലാത്ത കാര്യങ്ങൾ തെറ്റാക്കി അവതരിപ്പിച്ചു. അവരെ കുറിച്ച് ഈ നിയാഫുബിന് ഖാലിദിനെ കുറിച്ചും അതുപോലെയുള്ള ഈ എണ്ണപ്പെട്ടവരായ ഈ ആളുകളെ കുറിച്ച് ആരോ വല്ലതും പറയുന്നത് അവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് പറഞ്ഞതാണ്. ഞങ്ങൾ ആരും അവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ പറയപ്പെട്ട വ്യക്തികളെ കുറിച്ച് ഒന്നും ഞങ്ങളായിട്ട് ഒരു ആരോപണവും, ഞങ്ങൾ ഈ പറഞ്ഞ 3 പേരും ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ഒരു തരത്തിലുള്ള കുറ്റങ്ങളും ഈ പറഞ്ഞ സുഹൃത്തുക്കൾക്കെതിരെ പറഞ്ഞതായി ഞങ്ങൾക്ക് ഓർമ്മയില്ല. ഞങ്ങളോട് തർക്കിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അയലക്കാട് മീറ്റിംഗിലൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അവിടെ വിളിച്ചു വരുത്തിയിട്ട് നാണം കെടുത്തിയതാണ്. അവിടെ ഈ ആൾക്കാരെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അതിന് പിന്നീട് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിക്കാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഞങ്ങൾ പ്രതികരിച്ചു എന്നതല്ലാതെ കൽപ്പിച്ചുകൂട്ടി ഈ പറഞ്ഞ ഒരു സുഹൃത്തുക്കളെ കുറിച്ചും ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. മാത്രല്ല, ഈ ആളുകൾക്കിടയിൽ ഈ ചിത്രതയും ഫസാദും ഒക്കെ ഉണ്ടായപ്പോ മുതിർന്നവരായ കുറച്ച് ആളുകൾ, ഞാൻ, അബ്ദുറൌഫ് നദ്വി, ശംസുദ്ദീൻ പാലത്ത്, അബ്ദുൽ ഹമീദ് സുല്ലമി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10-70 വയസ്സ് പ്രായമുള്ളവരായ ആളുകൾ 25 വയസ്സുള്ള സാജിദിന്റെ വീട്ടിൽ പോയിരുന്നു. സാജിദ് സൂക്കടയിൽ കിടക്കുന്ന സമയത്ത് അതിന് സൂക്കട് സന്ദർശിക്കുകയാകാം, ഇവരെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നമുക്കെല്ലാം കൂടി ഒരുമിച്ച് പോകാം എന്നുള്ള കാര്യങ്ങൾ സാജിദുമായി സംസാരിക്കാൻ വേണ്ടി, എന്നിട്ടെങ്കിലും നന്നാകുകയാണെങ്കിൽ നന്നാവട്ടെ എന്ന ഉദ്ദേശത്തിൽ ഞങ്ങൾ പോയിട്ട് ഒരു ദിവസം കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ സാജിദ് ഏറ്റെടുക്കുകയും ചെയ്ത് അതൊക്കെ നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞതാണ്. ഞങ്ങള് മസലത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തെണ്ടി നടന്നത്. ഈ ചങ്ങായിമാരെ പിന്നിൽ ഒരുപാട് ഞങ്ങൾ തെണ്ടി നടന്നിട്ടുണ്ട്. അതൊക്കെ അംഗത്തരമായി പോയിന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലാതെ ഇവരെ കുറിച്ചൊന്നും ഒരു തരത്തിൽ ഒരു ആരോപണമോ ദുരാരോപണങ്ങളോ
നിങ്ങളോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട് എന്ന് തൗഫീഖ് ബിൻ റഫീഖ് തെളിയിക്കാൻ കഴിയില്ല. എന്താ ഞങ്ങൾ പറയാത്തെന്നറിയാം? ഞങ്ങൾക്കെതിരെ ഈ പറഞ്ഞ മൂസിൻ ഐദീദ് അടക്കമുള്ളവരായ ആൾ നദവിക്കെതിരെ 24 പേജുള്ള കത്തയച്ചിട്ട് നിങ്ങൾക്ക് അഖദിയും മനഹജിയുമായ പിഴവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി. അങ്ങനെയുള്ള ഒരുപാട് ഫിത്തനകൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടും ഞങ്ങള് അവർക്കെതിരെ ഒരു ആരോപണവും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ചിലത് പറയാൻ പോകും, അപ്പൊ അതെല്ലാരും കേൾക്കേണ്ടി വരും. ഞങ്ങൾ പറയല്ല നിവൃത്തിയില്ലാത്തതുകൊണ്ട്. അപ്പോ ഞങ്ങൾ ഇതുവരെ അത് ചെയ്തിട്ടില്ല. എന്നിട്ട് തൗഫീഖ് ഇവിടെ പറയുന്നത് എന്താ? അവർക്ക് പോരായ്മകൾ ഉണ്ട്, പക്ഷെ ആ പോരായ്മകൾ എന്ന് പറയുന്നത് അവരെ കുറിച്ച് യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യം ഞങ്ങൾ പറയാണ്. ഞങ്ങൾ ഉള്ളവും പറയുന്നില്ല, ഇല്ലാത്തതും പറയാൻ പോകുന്നില്ല. കാരണം എന്താ അറിയോ? നിങ്ങൾ ഏതായിരുന്നാലും സലഫി ദഅവത്ത് നടത്തുന്ന ആൾക്കാരല്ലേ? സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ദഅവത്ത് നടത്തുന്ന ആൾക്കാരാണ്. ഞങ്ങൾ നിങ്ങളെ കുറിച്ചൊരു മോശം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങളെ ആള് വിശ്വസിക്കൂല. അതുവഴി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിൽ അത് കേൾക്കുന്നത് ഇല്ലാതാകും. അപ്പൊ ഈ തൗഫീഖ് ബിൻ റഫീഖ് ചെയ്യുന്ന പണി അതാണ്. ഞങ്ങളെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഓന്റെ ഉദ്ദേശം. അതേ മനോഭാവം ഞങ്ങൾക്ക് തിരിച്ചുണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യാമായിരുന്നു. ഞങ്ങളത് വിചാരിച്ചില്ല. അവര് ദഅവത്ത് നടത്തുകയാണെങ്കിൽ ചെയ്തോട്ടെ, അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഫലം ഉണ്ടാകുകയാണെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് തിരിച്ചുള്ള നസീഹത്ത്. ഞങ്ങൾ ലേശം 10-60 വയസ്സ് പ്രായമുള്ള ആൾക്കാരാകുമ്പോൾ സ്വാഭാവികം ലേശം ഒരു പക്വത നമ്മൾ കാണിക്കണല്ലോ. ആ പക്വത കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തിരിച്ചൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് തൗഫീഖ് പറയുന്ന എന്താണ്? തൗഫീഖ് ബിൻ റഫീഖ് പറയുന്ന എന്താണ്? അവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞതാണ് ഞങ്ങൾ ഉള്ളതും പറഞ്ഞിട്ടില്ല, ഇല്ലാത്തതും പറഞ്ഞില്ല. രണ്ടാമത് തൗഫീഖ് ബിൻ റഫീഖിന്റെ ന്യായം എന്താണെന്നറിയോ? അവരിൽ തെറ്റ് പിഴവുകളൊക്കെ സംഭവിക്കുന്നുണ്ട്, പക്ഷെ ആ പിഴവ് സംഭവിക്കുന്നൊന്നും സെലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്ന കുഴപ്പങ്ങളല്ല. പിഴവൊക്കെ വരെ കയ്യിലുണ്ട്, പക്ഷെ സെലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്ന പിഴവുകളൊന്നും അവർക്ക് സംഭവിക്കുന്നില്ല. അപ്പൊ രണ്ടാണ്, പിഴവുണ്ട്, പിഴവ് സെലഫിയത്തിൽ നിന്ന് പോകാത്ത സംഭവമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇല്ലാത്ത പോലെ ആരോപിക്കുകയാണ്. അല്ലാതെ അവർ പരിശുദ്ധന്മാരാണ്, വാഴ്ത്തപ്പെട്ടവരാണ് എന്നാണ് തൗഫീഖ് ബിൻ റഫീഖ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇത് എവിടെന്നാ മൂപ്പർക്ക് കിട്ടിയത്? പണ്ഡിതന്മാരിൽ നിന്ന് ഞാൻ കേട്ടതാണ്, അതുകൊണ്ടാണ് ഇവരോട് സഹകരിക്കുന്നത്. എന്ത്? ഈ പറയുന്ന മൂസിൻ ഐദീദൊക്കെ, അതുപോലെ തന്നെ തൗഫീഖ് ബിൻ റഫീഖ്, നിയാഫ് ബിൻ ഖാലിദ്, സാജിദ് ബിൻ ഷരീഫ് ഒക്കെ നല്ല ആളുകളാണ്, നല്ല ഗുണമേന്മയുള്ള മുതുമുത്തുക്കളാണ് എന്ന് ഏതോ ആലിമീങ്ങൾ തൗഫീഖ് ബിൻ റഫീഖിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓലോട് സഹകരിക്കാൻ തീരുമാനിച്ചതാണ്. എങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ തൗഫീഖ് ബിൻ റഫീഖിനോട് ചോദിക്കാൻ. എന്താണെന്നറിയാം? ഈ പറയപ്പെട്ട 3 വ്യക്തികളെ കുറിച്ച്, അല്ലെങ്കിൽ 4 വ്യക്തികളെ, ഒന്നാമതായി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തൗഫീഖിനെ തന്നെയാണ്. തൗഫീഖിന്റെ സലഫിയത്ത് ഞങ്ങൾക്കൊന്നറിയാം. ഞങ്ങളെപ്പറ്റി ഇതൊക്കെ പറഞ്ഞല്ലോ. ഞങ്ങള് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നില്ല, പക്ഷെ ഇനി ഞങ്ങൾ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ശ്രോതാക്കൾ ഞങ്ങളെപ്പറ്റി ഒന്നും വിചാരിക്കണ്ട. ഇത് പറയല്ലാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ പറയണമെന്ന് ഇതുവരെ വിചാരിച്ചിട്ടില്ല. അപ്പോ തൗഫീഖ് ബിൻ റഫീഖിന്റെ സലഫിയത്താണ് ഒന്നാമതായി നമ്മൾ അളക്കാൻ പോകുന്നത്. തൗഫീഖ് ബിൻ റഫീഖിനെ സംബന്ധിച്ച് സാക്ഷാൽ റഫീഖ് മാഷ് കഴിഞ്ഞ ദിവസം എഴുതിയും അഥവാ എഴുതുമെന്ന് പറഞ്ഞതും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പുറത്തു വന്നതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്വന്തം മകനെ സംബന്ധിച്ച്, മകനെ ഇറക്കിയിട്ടുള്ള ഈ തിട്ടൂരത്തെ സംബന്ധിച്ച്, മകൻ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള മർക്കസിൽ ചെയ്ത് കാണിച്ചിട്ടുള്ള അക്രമങ്ങളെ സംബന്ധിച്ച് സ്വന്തം പിതാവ് പറഞ്ഞിട്ടുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന വടക്കുംചേരി എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഈ റഫീഖ് മാഷ് ഏതാനും സ്ഥലം വാങ്ങി ചെറിയൊരു മർക്കസ് സ്ഥാപിച്ച് ആ നാട്ടിൽ ഒരു ഇൽമിന്റെ പ്രഭാവം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കഠിനമായ യത്നം നടത്തി. അതിനു വേണ്ടിയിട്ട് തന്റെ മകനെ മൂപ്പർ തയ്യാറാക്കി. മകന് വിജ്ഞാനം കൊടുത്തു. റഫീഖ് മാഷ് ഒരു മലയാളം അധ്യാപകനാണ്. അദ്ദേഹം മലയാളം അധ്യാപനം പരിശുദ്ധമായ പ്രേമം എന്നുള്ള പുസ്തകം വായിച്ച് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നപ്പോ അതിനോട് മനം മടുത്തിട്ട് രാജിവെച്ചെന്ന് പറഞ്ഞാൽ വോളണ്ടിയറി റിട്ടയർമെന്റ് വാങ്ങി ദീൻ കാക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. 24 മണിക്കൂറും ദീനിനു വേണ്ടി സേവനം ചെയ്യുന്ന ഒരു സാധു മനുഷ്യൻ, ആരോഗ്യപരമായി ഒക്കെ വലയാതി പ്രയാസങ്ങളുള്ള ഒരു വ്യക്തി. അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള ആ മർക്കസിൽ, നല്ല ജനപ്രാതിനിധ്യം ഉള്ള ഒരു മർക്കസിൽ നിന്നും ആളുകളെ അകറ്റി. ഈ തൗഫീഖ് ഇബ്നു റഫീഖ് എന്ന് പറയുന്ന ഈ സഹോദരൻ എന്ത് ചെയ്തു? ആ മർക്കസിൽ ജുമാക്ക് വരുന്നവരായ ആളുകളെ പോലും പലതും പറഞ്ഞുകൊണ്ട് മുടക്കി. ആ മർക്കസിനെ തകർത്തു. മാത്രമല്ല, ആ മർക്കസിൽ ഒരുപാട് കുട്ടികൾ തുടക്ക കാലഘട്ടത്തിൽ ഇൽമു തേടി വന്നിരുന്നു. ആ ഇൽമു തേടി വന്ന
കുട്ടികളെ പരിപാലിക്കുന്നതിനു വേണ്ടി ഏൽപ്പിച്ചിരുന്നത് ഈ തൗഫീഖ് ബിൻ റഫീഖിനെ ആയിരുന്നു. തൗഫീഖ് അവസാനം ആ കുട്ടികളെ 100% അനാഥമാക്കി ഗൾഫിലേക്ക് യാത്ര പോവുക ചെയ്തത്. അതിലും ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന തിരുപ്പന്മാരായ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നമാണ് തൗഫീഖ് ബിൻ റഫീഖ് നാട് വിട്ടുപോകാൻ ഉണ്ടായ കാരണം എന്നാണ് ഞാൻ ദിൽമു പഠിക്കട്ടെ എന്ന് വിചാരിച്ചാ പോയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കുട്ടികൾക്ക് തർബിയത്ത് നൽകി വളർത്തും എന്ന വിശ്വാസത്തിൽ ആ നാട്ടിലേക്ക് ഒരു സൗകര്യമില്ലാത്ത നാട്ടിലേക്ക് എത്രയോ രക്ഷിതാക്കന്മാര് പിഞ്ചു കുട്ടികളെ പറഞ്ഞയച്ചിട്ട് ആ കുട്ടികളോട് ഒരു തരത്തിലുള്ള മസ്ഊലിയത്തും ഉത്തരവാദിത്വവും കാണിക്കാതെ ഇട്ടെറിഞ്ഞു പോയി ആ മർക്കസ് തകർത്ത വ്യക്തി അല്ലേ തൗഫീഖ് ബിൻ റഫീഖ്? ഇത് ഏത് സലഫിയത്താണ്? ഈ ഉത്തരവാദിത്വം നിർവഹിക്കാത്ത ഈ സലഫിയത്ത് ഉള്ളവരായ ആളുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളെ അമാനത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇത്രയും കൊടിയ അമാന്തം കാണിക്കുകയും നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് വലിയ ഗുരുതരമായ ഒരു വിശ്വാസ പ്രശ്നമല്ലേ? അങ്ങനെ ചെയ്യുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ് നമുക്ക് കേൾക്കാൻ പറ്റുമോ? അവരെഴുതിയത് നമ്മൾക്ക് വായിക്കാൻ പറ്റുമോ? ഇതൊരു വിശ്വാസവഞ്ചനയുടെ വിഷയമല്ലേ? ഒന്ന്. രണ്ടാമത്തത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ പ്രഖ്യാപനത്തെ കലിമത്തു തൗഹീദിന്റെ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കപ്പെടുന്നതിനു വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു മർക്കസിലേക്ക് ജുമുഅക്ക് വരുന്ന ആളുകളെ പോലും അതിൽ നിന്ന് ആട്ടിപ്പായിക്കുന്ന തരത്തിൽ അവിടെ ഛിദ്രതയും ഫിത്നയും ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിന്റെ പേരിലാണ്? അത് ചെയ്യുന്നവന്റെ വിധി എന്താണ് ഇസ്ലാമിൽ? പള്ളിയിൽ നിന്ന് അകറ്റുക എന്ന് പറയുന്ന പണി ചെയ്ത വ്യക്തിയുടെ ഇസ്ലാമികമായ വിധി എന്താണ്? ഞങ്ങൾക്കൊന്നും അറിയണം, നിങ്ങളത് വിശദീകരിക്കണം. ഇത്തരം ആളുകളെ യഥാർത്ഥത്തിൽ അതെങ്കിൽ പ്രശ്നങ്ങളുടെ തർക്കമില്ല. സ്വന്തം പിതാവിന്റെ കാല് വെട്ടി, സ്വന്തം പിതാവിനെ അന്യവൽക്കരിച്ച് അദ്ദേഹത്തിനോടും അദ്ദേഹത്തിന്റെ സംതൃപ്തിയിൽ നിന്ന് പോലും അകന്നു പോകുന്ന തരത്തിൽ അന്യായമായി ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകൾക്ക് സലഫിയത്തുണ്ടോ? ഏത് സലഫിയത്താണ്? ആര് പഠിപ്പിച്ച സലഫിയത്താണ് ഈ സലഫിയത്ത്? വോയിസിലെ ഒന്നാമത്തെ ഭാഗത്ത് പറയുന്ന ചില കാര്യവും കൂടി ഒന്ന് നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. വാപ്പയായാലും ശരി, മകനായിരുന്നാലും സഹോദരനായാലും ശരി, ആരായിരുന്നാലും ശരി, അർഹതയില്ലാത്തവനിൽ നിന്നും ദീൻ പഠിക്കരുത് എന്നാണ്. അപ്പോ റഫീഖ് മാഷ് എന്ന് പറയുന്ന തൗഫീഖിന്റെ പിതാവ് സ്ഥാപിച്ചിട്ടുള്ള മർക്കസിൽ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിന് വിരുദ്ധമായി, അല്ലെങ്കിൽ അവിടുത്തെ അഖീദക്ക് വിരുദ്ധമായി എന്ത് സംഗതി ഉണ്ടായതിന്റെ പേരിലാണ് ആ മർക്കസിനെ തകർക്കാൻ തൗഫീഖ് ബിൻ റഫീഖ് ശ്രമിച്ചിട്ടുള്ളത്? വിയോജിപ്പുണ്ടാകാം. വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് വിയോജിക്കേണ്ടതിനോട് വിയോജിക്കണം. ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യുന്ന, അതുപോലെ തന്നെ മഅസിയത്ത് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് വിയോജിക്കുകയും ചെയ്യാം, തീർത്തും ബറാഅത്ത് പ്രഖ്യാപിക്കുകയും ചെയ്യാം. ശിർക്കും കുഫ്റും ഉള്ള ഒരാളാണെങ്കിൽ തീർത്തും ബറാഅത്ത് പ്രഖ്യാപിക്കാം. അങ്ങനെയുള്ള സ്ഥാപനങ്ങളോട് തീർത്തും നമ്മൾക്ക് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു വേറൊരു കാര്യമുണ്ട്. എന്താറിയാം? കൊടിയ ശിർക്ക് ചെയ്യുന്നവരായ ആളുകളൊക്കെ ഉദുറുംബിൽ ജഹ്ല് കൊടുത്തിട്ട് ഇസ്ലാമിന്റെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്ന പണിയാണ് അറിയുന്നത്. ഈ തൗഫീഖ് ബിൻ റഫീഖ് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റിയ നിയാഫ്, മൊഹ്സിന്, സാജിദ് തുടങ്ങിയിട്ടുള്ളവരായ ആളുകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താണ്, അതിന്റെ സലഫിയത്ത് എന്താണെന്നും കൂടി തീർച്ചയായും തൗഫീഖ് ഒന്ന് മനസ്സിലാക്കി തരേണ്ടതുണ്ട്. കൊടിയ ശിർക്ക് ചെയ്യുന്ന ഫിത്തനക്കാരായ മുസ്ലിം സമുദായം, യഥാർത്ഥ മുസ്ലിമീങ്ങൾ തീർത്തും ബറാത്ത് പ്രഖ്യാപിക്കേണ്ടവരായ ആളുകളോട്, അവർ പൊതു മുസ്ലിമീങ്ങളാണ്, അവരോട് നമ്മൾ സ്നേഹബന്ധത്തിൽ വർത്തിക്കണം, അവരെ നമ്മൾ പൊതു മുസ്ലിമീങ്ങളോടുള്ള എല്ലാ ബാധ്യതകളും നമ്മൾ നിർവഹിക്കേണ്ടതാണ് എന്ന് പറയുന്ന നിങ്ങൾക്ക് തൗഫീഖ് ബിൻ റഫീഖ് മാഷ് ഉണ്ടാക്കിയിട്ടുള്ള മർക്കസിനോട് ഇങ്ങനെ ബറാത്ത് പ്രഖ്യാപിക്കാൻ എങ്ങനെ കഴിയുന്നത്? ഇത് രണ്ടും കൂടി എങ്ങനെ ഒത്തുകൂടുന്നു? അപ്പൊ നിങ്ങൾക്ക് ആദർശമല്ല പ്രശ്നം, നിങ്ങളുടെ മുമ്പിൽ ആദർശമല്ല, വ്യക്തികളോട് ആരോടോ ഒക്കെയുള്ള നിങ്ങളുടെ വിരോധം, കടുത്ത വിരോധം നിങ്ങളുടെ കറുത്ത നാക്കിലൂടെ ശരിക്കും പുറത്തു വരിക ചെയ്യുന്നത്. ഇത് കേൾക്കുന്നവരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറയും. നിങ്ങൾ ശരിക്കും താരാമ്യം ചെയ്ത് രണ്ടു വിഭാഗം ആളുകളോട് ഇവർ കാണിക്കുന്ന നിലപാട് ശരിക്കും ബറാത്ത് പ്രഖ്യാപിക്കേണ്ടവരായ ആളുകളോട് വലാവ് പുലർത്തുകയും അവരെ അടുപ്പിച്ചു നിർത്തുകയും അവരുടെ സഹായം തേടുകയും അവരെ മതനേതൃത്വത്തിന്റെ ഖാലിമാരാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുക. എന്നാൽ ശരിയായ മൻഹജിൽ നിൽക്കുന്ന, ശരിയായ അഖീദയിലുള്ള സ്വന്തം പിതാവാണെങ്കിൽ പോലും ആ പിതാവിനോട് ബറാത്ത് പ്രഖ്യാപിക്കുക, ആ പിതാവുണ്ടാക്കിയിട്ട സ്ഥാപനങ്ങളെ കുതികാൽ വെട്ടുക എന്ന് പറയുന്ന
ഈ തലതിരിഞ്ഞ സലഫിയത്ത് ഏതായിരുന്നാലും ഞങ്ങളെ പേരിൽ വേണ്ട. ആ സലഫിയത്ത് ശരിക്കും ജൂദായിസാണ്. ഞങ്ങളോട് ഇപ്പൊ ബറാഅത്ത് പ്രഖ്യാപിച്ചല്ല. നേരത്തെ ഞാൻ പറഞ്ഞു, യഥാർത്ഥ സലഫിയത്തുള്ള അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാത്ത അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യയാണ്, അതിനപ്പുറത്ത് വേറെ ചര്യയില്ല എന്ന് വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിൽ മായം ചേർക്കാത്ത ആളുകളാണ് ഞങ്ങൾക്ക്. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ തയ്യാറായില്ല. അങ്ങനെയുള്ള ഞങ്ങളോട് ബറാഅത്ത് പ്രഖ്യാപിക്കുകയും എന്നാൽ ഇവിടുത്തെ കൊടിയ ശിർക്കിന്റെയും കുഫ്റിന്റെയും ആളുകളായ ഇവിടുത്തെ ഖാദിമാരോടും അത്തരം മതസ്ഥാപനങ്ങളോടും അങ്ങേയറ്റം വലിയ കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളാണ് കണ്ണൂർക്കാരൻ ഷെയ്ഖ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജമാഅത്ത് നിസ്കാരങ്ങളിൽ ഇത്തരം ഖുറാഫി പള്ളികളിൽ പോയി അതിന് പങ്കെടുക്കുന്ന, അത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, അതിനെപ്പറ്റി വിമർശിച്ചപ്പോൾ സലായിയോട് പോലും യോജിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം എന്ന് കേട്ടിട്ടുണ്ട്. ഇത് സലഫിയത്തിന് യോജിക്കുന്നതാണോ അല്ലേ? ഇങ്ങനെ ചെയ്യുന്നവരായ ആളുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞത് നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ? അവരുടെ പ്രഭാഷണങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ പറ്റുമോ? അവരെഴുതിയത് നമുക്ക് വായിക്കാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത പോക്കിന് ഏതായിരുന്നാലും തൗഫീഖ് ഇബ്നു റഫീഖ് അതിന്റെ ഫത്വയൊക്കെ ആയി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ള കൊടിയ വഞ്ചന കാണിക്കുന്ന, വിശ്വാസ വഞ്ചന കാണിക്കുന്നവരായ ആളുകളെ നമുക്ക് ദീനിയായി വിശ്വസിക്കുവാൻ പറ്റുമോ? അവരുടെ കിതാബ് നമുക്ക് വായിക്കാൻ പറ്റുമോ? അവരെ നമ്മൾക്ക് അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പറ്റുമോ? അവരെ ഖുത്ബക്ക് യോഗ്യമാക്കാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി തൗഫീഖ് ദയവ് ചെയ്ത് അടുത്ത സിറ്റിംഗിൽ അല്ലെങ്കിൽ അടുത്ത പോക്കിൽ ഏതെങ്കിലും ഒരു ആലിമിനോട് കൃത്യമായി ചോദിച്ച്